നമ്മുടെ മാർബിൾ ക്വീൻ പോത്തോസ് നല്ല ഭംഗിയിൽ നിൽക്കുന്നത് കണ്ടോ? പക്ഷേ ഇതുപോലെ ഒരെണ്ണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ വിൻ്ററിൽ അത് പോയി. അപ്പോൾ ഞാൻ പുതിയതൊരെണ്ണം ഇപ്രാവശ്യം മേടിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം ആ പ്ലാന്റിനെ സേവ് ചെയ്യാനായിട്ട് ഞാൻ പരമാവധി നോക്കിയതാണ് കേട്ടോ. ഇതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്ത് വെള്ളത്തിൽ വെച്ചു, കുറച്ചെടുത്ത് മണ്ണിൽ വെച്ചു, അങ്ങനെയെല്ലാം നോക്കിയിട്ടും ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വളരെ പാടായിരുന്നു. ഇതങ്ങോട്ട് എല്ലാം ചീഞ്ഞ് പോവുമായിരുന്നു, അതിൻ്റെ തണ്ടെല്ലാം ചീഞ്ഞ് പോവുമായിരുന്നു. ഇതിനകത്ത് പുതിയ വേര് വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്ന ഈ ഐഡിയ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് ഓർത്തത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ചട്ടിയിൽ നിന്നും ഡയറക്റ്റായിട്ട് ഒരു മണ്ണിലേക്ക് ഇതിൻ്റെ തണ്ടിനെ ഇങ്ങനെ ഇറക്കി വയ്ക്കുക, കട്ട് ചെയ്യാതെ തന്നെ. അപ്പോൾ ആ നോടുള്ള സ്ഥലത്ത് നിന്നും വേര് മണ്ണിലോട്ട് ഇറങ്ങി അവിടെ ഒരു പുതിയ ചെടി ആയിക്കോളും. നമുക്ക് അതിന് ശേഷം ആ മദർ പ്ലാന്റിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് ഐഡിയ. അതിനായിട്ട് ആദ്യം ഒരു പോട്ട് വെച്ചു, അത് ചെറുതായിരുന്നു. ഇത് രണ്ടാമത്തെ പോട്ട്, അതും ചെറുതായിരുന്നു. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പോട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ വെച്ച് നോക്കാം. ഇത് കണ്ടില്ലേ, ഇത് നോഡ് നോക്കിയിട്ട് ആ നോഡ് മണ്ണിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു സപ്പോർട്ട് ഏതെങ്കിലും, ഇതിപ്പോൾ സ്ലൈഡാണ് ഞാൻ എടുത്തത്, സ്ലൈഡ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് മണ്ണിലേക്ക് ഇറക്കി വെക്കുക. കുറച്ച് മണ്ണ് ചേർത്ത് ഫുള്ള് അത് കവർ ചെയ്ത് മണ്ണിടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ചെടിയെ കട്ട് ചെയ്യാതെ തന്നെ നമുക്കൊന്നെങ്കിൽ പുതിയൊരു ചെടി കിട്ടും, അല്ലെങ്കിൽ അത് വളരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അത് നശിച്ചു പോകത്തില്ല. മറ്റേത് കട്ട് ചെയ്തിട്ട് ചെടി ഷോർട്ടായി പോവുകയും ചെയ്യും, നമുക്ക് പുതിയ ചെടി കിട്ടുകയില്ല. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്തായെന്ന് നോക്കാം. ഇത് എൻ്റെ മറ്റൊരു പോത്തോസാണ്, മഞ്ജുള പോത്തോസ്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഇതിൻ്റെ ചെറിയ ഇലയുള്ള എൻജോയ് പോത്തോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും സെയിം ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ചെറിയ ഇലയുള്ളത് എൻജോയ് പോത്തോസും ഇത് വലിയ ഇലയോട് കൂടിയത് നമ്മുടെ ഇത് മാർബിൾ ക്വീൻ പോത്തോസുമായിട്ട് കുറച്ച് സാമ്യമുള്ള ഇലയാണ് ഇതിന്. അപ്പോൾ ഇത് മഞ്ജുള പോത്തോസാണ്. അപ്പോൾ ഇതും ഞാൻ അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായെന്ന് നോക്കാം അതിൻ്റെ റിസൾട്ട്. ഇതിപ്പം കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത്. ഇതിപ്പോൾ 3 മാസം, ഏകദേശം 3 മാസത്തിനടുത്തായി ഇതിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ കണ്ടിട്ട് കുഴപ്പമില്ലാതെ വളരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് നോക്കിയാലോ ഇതെന്തായെന്നറിയാനായിട്ട്. ഇത് കണ്ടില്ല, ആദ്യത്തെ ഇതിപ്പോൾ ഞാൻ 2 പോട്ടിലായിട്ടാണ് ഈ മഞ്ജുള പോത്തോസ് വെച്ചിരുന്നത്. അപ്പോൾ ഇത് എടുത്തുകൊണ്ട് വരാന്നതിൻ്റെ ഇടയ്ക്ക് അത് പൊങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ല, അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത പോട്ടിൽ എന്തായെന്ന് നോക്കാം. കണ്ടില്ല, നന്നായിട്ട് വളർന്ന് വരുന്നത് പോലെ തോന്നുന്നുണ്ട്. ആ സ്ലൈഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് പൊക്കി വേര് ഓടുന്നുണ്ടോ എന്ന് പതുക്കെ ഒന്ന് എടുത്ത് നോക്കാം. ഇത് കണ്ടില്ലേ, എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ഒരു തരി വേര് പോലും അതിനകത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് കണ്ടില്ല, ആ ഉണ്ടായിരുന്ന മുകുളങ്ങൾ, നോട്ട്സിൽ നിന്നും ഉണ്ടായിരുന്ന വേര് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഒട്ടും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനോർത്ത് കുറച്ച് വളർന്നിട്ടുണ്ടായിരിക്കുമെന്ന് അതിൻ്റെ ഒരു നിപ്പൊക്കെ കണ്ടപ്പോൾ. ഇതൊട്ടും അനങ്ങാതെ തന്നെ നിൽക്കുകയായിരുന്നു, വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അറിയില്ല, ഇവിടെ ഇപ്പം തണുപ്പാണ്, അതുകൊണ്ടാണോ ഇതിങ്ങനെ നിൽക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് അടുത്ത ഇതെടുത്ത് നോക്കാം. ഇതിനെ തിരിച്ച് ഞാൻ അങ്ങനെ തന്നെ വയ്ക്കുകയാണ്. നമുക്ക് മാർബിൾ ക്വീൻ പോത്തോസിന് എന്തായെന്ന് ഒന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, മാർബിൾ ക്വീൻ പോത്തോസും നന്നായിട്ട് നല്ല ഇലയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഇത് രണ്ടാമത്തെ പോട്ടിൽ അവിടുന്ന് വളർന്നു വന്നേക്കുന്ന ഇലകളാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പൊക്കെ ഒന്ന് എടുത്ത് നോക്കാം. അങ്ങനെ കെയർഫുള്ളായിട്ട് ക്ലിപ്പൊക്കെ എടുത്ത് മാറ്റി നോക്കിയപ്പോൾ ചെറുതായിട്ട് അതിന് മുള വരുന്നുണ്ട്. ഈ വേര് ചെറുതായിട്ട് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷേ വിചാരിച്ചത്ര വലിയൊരു ഗ്രോത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ ഓർത്ത ആ ഇലകളൊക്കെ കണ്ടപ്പോൾ നന്നായിട്ട് താഴോട്ട് വേര് പിടിച്ചിട്ടുണ്ടാവും എന്നാണ് ഓർത്തത്. അത് കട്ട് ചെയ്തിട്ട് എടുക്കാനാണ് ഞാൻ ആദ്യം ഓർത്തത്. പക്ഷെ ഞാൻ ഓർത്തു ഒന്ന് പൊക്കി നോക്കിയിട്ട് കട്ട് ചെയ്യാമെന്ന്. അങ്ങനെ അതും തിരിച്ച് മണ്ണിൽ തന്നെ അതുപോലെ തന്നെ തിരിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ അടുത്ത സമ്മർ ആകുമ്പോഴത്തേക്കൊക്കെ കുറച്ചും കൂടെ ഇത് വേരൊക്കെ ഇറങ്ങുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഇതുപോലുള്ള ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്